ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ എവിടെ പോകുന്നു മീനാക്ഷി? നമ്മൾ വർക്കലയിൽ ആരുമായിട്ട് പോകുന്നു? ഞാനും അപ്പോണ്ടും മുത്തും. ബാക്കി ആരൊക്കെയാ? വൈശുവിനെ പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് അഖിൽ ചേട്ടനുണ്ട്. അതുൽ ചേട്ടൻ കാണും. പിന്നെ അമ്മും പിച്ചോണ്ണനും ജോലി കഴിഞ്ഞ് അങ്ങോട്ട് വരും. മീനാക്ഷി അങ്ങ് എക്സൈറ്റ്മെന്റ്. നാളെ ചേട്ടൻ പോവുക. അപ്പൊ അതിനു മുന്നേ കസിൻസ് എല്ലാരുമായിട്ട് പുറത്തു പോകണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ പോവുക. മീനാക്ഷിക്ക് നാണോ ഏട്ടൻ വന്ന് പോവാ ഗൈസ്. ഓക്കെ. ഇവള് കഴിഞ്ഞ ഇതാണ് മോതിരം മീനാക്ഷിയുടെ. കാണാത്തവർക്ക് കപ്പിൾ ഡ്രിങ്ക് ആ. ഇതിന്റെ അകത്താണ് ഇവരുടെ പേര് എഴുതിയേക്കുന്നത്. പേര് ഇതേ സെയിം റിംഗ് ആ ചേട്ടന്. അതിനകത്ത് നമ്മൾ ഇവിടുന്ന് വൈശുവിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഏട്ടനും ഏട്ടായിയും ഗൈസ്, ഇത് ചേട്ടനും ചേട്ടത്തിയും. മീനാക്ഷിക്ക് ഇതൊന്നും അറിയത്തില്ല. ഇപ്പഴേ UK കാരി ആയോടെ. വൈശു ഇന്നങ്ങ് പോവേ ഇങ്ങോട്ട് നോക്കെ. പിന്നെ ഞാനേ കാണത്തോളൂ ഇവിടെ. ഇതെന്ത് ബാക്കി കെട്ടിട്ടേക്കുന്നു. ഒരുങ്ങിയൊക്കെ വന്ന കണ്ട കുളമായിരുന്നു. ഇങ്ങോട്ട് നോക്കല്ല. അത് മുടി കണ്ണെല്ലാം കലങ്ങിയിരിക്കുന്നു. എൻഗേജ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഷോക്കായിരുന്നു. ചുമ്മാ സൂപ്പറിലായിരുന്നു നമ്മുടെ പരിപാടി. ചെറിയ രീതിയിലായിരുന്നാലും അടിപൊളിയായിരുന്നു. മീനാക്ഷി ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, മീനാക്ഷിയോട് തന്നെ ഞാൻ ചോദിക്കുന്നല്ലേ. ഇഷ്ടപ്പെട്ടോ? പയ്യനെ ഇഷ്ടപ്പെട്ടോ? ഇത്രയാണോ ഇഷ്ടം? നമ്മള് പോകുന്ന വഴിക്ക് ഇത് കടലും അപ്പുറത്തെ കായലും. അത് കായലുമാണ്. അതിന് രണ്ടും നടുക്കൂടെ ഒരു റോഡ്. ഇവിടെ ഒക്കെ നല്ല രസമാണ്. വന്ന് ബീച്ച് പോലെ തന്നെ. പോയി. ഓ, ഇതാ ഇവിടെയാണ് നമ്മുടെ കായലും കടലും കൂട്ടിമുട്ടുന്ന പോയിന്റ്. ഭയങ്കര അടിയൊഴുക്കാണ്. ഭയങ്കര റിസ്കി ഏരിയ. കായലും കടലും ഒന്നിച്ച് കിടക്കുക. പണ്ട് ഞങ്ങളൊക്കെ വരുമായിരുന്നു ഇവിടെ മീൻ പിടിക്കാൻ. ചുമ്മാ വരുന്ന വായി നോക്കി. അപ്പോൾ വായി നോക്കാൻ വരുന്ന സ്ഥലമാണ് ഇവിടെ. വായി നോക്കാൻ ഭയങ്കര അടിയൊഴുക്കാണ് ഇവിടെ. ഇവിടെ കാലാണെങ്കിൽ പോലും ആദ്യമായിട്ടാ ഞാൻ വർക്കലേ പോയിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ അന്ന് പോയത്. ഞങ്ങള് വർക്കല എത്തി. മുത്തുമുടി എട്ടുന്നു. വൈശുവിന്റെ ഒപ്പം അതുകൊണ്ട് നമ്മൾ എത്തി. വർക്കലയിൽ എത്തിയ മീനാക്ഷി പറഞ്ഞല്ലേ. നമ്മളിനി അവർ രണ്ടുപേരാനുണ്ട്. അഖിൽ ചേട്ടനും അതുൽ ചേട്ടനും. അവരെ വെയിറ്റ് ചെയ്യുന്നു. മീനാക്ഷിക്ക് വന്നിറങ്ങിയപ്പോഴേ മീനാക്ഷി ചോദിക്കുന്നു അവർക്ക് എന്ത് പഞ്ച്വാലിറ്റി ഇല്ല, അവര് എപ്പോ വരുമെന്നാ പറഞ്ഞെന്നൊക്കെ. മീനാക്ഷിക്ക് അങ്ങ് നിർധൃതി കണ്ടോളാൻ വയ്യ അങ്ങ്. അപ്പൊ മീനാക്ഷി പറഞ്ഞോ ഇല്ല വന്നിറങ്ങിയ തൊട്ട് എന്ത് വെപ്രാളം അവൾക്കങ്ങ്. നമ്മള് കടല വാങ്ങിച്ചു. ഞാനും മേശയും കടലയും. അപ്പു അണ്ണനും വയസ്സും മറ്റേ സാധനം ഒന്ന് കപ്പലണ്ടി. കേട്ടോ, മഴ നിക്കുന്നില്ല മീനാക്ഷി. സോ ഗൈസ്, നമ്മുടെ അതുൽ ചേട്ടനും അഖിൽ ചേട്ടനും വന്നു.
അത് ചേട്ടനാ ഞാൻ വരുന്നു. മീനാക്ഷി ഇവിടെ നിന്ന് പറയുമായിരുന്നു കേട്ടോ, എന്ത് ചെയ്യേ സൺസെറ്റ് ആവാറായി എന്ന് പറഞ്ഞു. ഹലോ എങ്ങനെയുണ്ട് സുഖം? ഹലോ ഹലോ എങ്ങനെയുണ്ട്? 20 മിനിറ്റ് 25 എത്രയായതേ ഉള്ളൂ. പോന്നില്ലേ? പോണില്ല. അതെന്ത്? പോയാ ഞാൻ ആണോ? എന്നാ ഞാൻ പോവും. എന്നാ ചേട്ടനെ കൂടെ കൊണ്ടുപോയിട്ടേ ഉള്ളു. നിങ്ങള് പോന്നില്ല? നമ്മൾ പോണില്ല. എന്ത് കടൽ കൊണ്ടുപോയി. അങ്ങനെ പറയാതെ. നല്ല വെള്ളം പോയാൽ മതിയായിരുന്നു. തണുപ്പില്ല കാണാം. പക്ഷെ വേറെ എന്ന് പറഞ്ഞാൽ പിന്നെ മതിയാ വൈശു, ഇനി പോണ്ടേ? എന്നാ പോ. തണുപ്പുണ്ടോ? വെള്ളത്തിന് തണുപ്പുണ്ട്, നല്ല ക്ലിയറും. അപ്പുവണ്ണനും വൈശും അവിടെ കാട് നിൽക്കുന്നു. ഇവിടെ 2 കപ്പിൾസ് നിൽക്കുന്നു. ഒരാൾ കുഴഞ്ഞിരുന്ന്. ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക്. എനിക്ക് മീനാക്ഷിയാണ് എല്ലാം. സത്യം. അമ്മു എന്റെ സിസ്റ്ററാ, പക്ഷെ മീനാക്ഷി അല്ല. അവളെ മുമ്പേ ഞാൻ പറയും. അവള് പറയുന്നത് അവൾക്കും മീനാക്ഷി കഴിഞ്ഞുള്ളതാ. ഞാൻ മനസ്സിലായില്ല. എന്തുവാ മനസ്സിലായോ? Yeah, that you prefer her more than her sister, and she knows it because you tell her in front of her face all the time. ഞങ്ങളെ കൊച്ചിനെ നോക്കിക്കോണേ കേട്ടാ. No, of course. ഞാൻ എന്തോന്ന് പറയാ? അനിയത്തി ഇഷ്ടപ്പെട്ടോ? പുതിയ അനിയത്തി ഇഷ്ടപ്പെട്ടോ? കൂടുതൽ ഇതാവല്ലേ അവള് എടുത്ത് കൊടുക്കും. കുറച്ചും കൂടെ ഉണ്ട്. ഇത് പറയുന്നേ എന്തായിരുന്നു? പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞ ഫുൾ അടുപ്പിച്ച് തരാം. ആടി പറഞ്ഞടി. അതാ നമ്മളിനി അവിടെ പോവാ. ഫുഡ് കഴിക്കാൻ പോവാ. നമ്മുടെ ബീച്ചിൽ നിന്ന് അമ്മും ബിച്ചണ്ണൊക്കെ വന്നത് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഹലോ കാണാൻ പോലും വയ്യ. വിശക്കുന്നുണ്ടോ? ഉണ്ടാ? അമ്മു വന്നു ഗൈസ്. അമ്മു വന്നെന്ന്. അമ്മുവിനെ വ്ളോഗിൽ കണ്ടില്ലേ പിന്നെ കാണുന്നവർക്കൊക്കെ വിഷമവാ. അമ്മുനെ പറഞ്ഞു വിട്ടോ എന്നൊക്കെ ചോദിക്കും. ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ ഉണ്ടല്ലോ. അതിൽ ചേട്ടൻ കുറച്ച് സംസാരിക്കുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ പറയും. എവിടെ പോവാന്നൊക്കെ പറ. In Varkala town. എങ്ങനെയുണ്ടായിരുന്നു വർക്കലയിൽ ഇത്ര നേരം ഇരുന്നപ്പോ? Very chill. We got attacked by some crabs, but other than that, it was fun. കേറി വന്ന എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? Well, being a cripple, it was even more fun compared to the normal person. It was more of a challenge than fun, to be honest. Guys, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്.
ഞാൻ ഞങ്ങളെല്ലാരും മടിയിലിരുന്ന് പോവാ, സ്ഥലമില്ല. ഇവരുടെ കാറ് ഇവിടെ പോയേക്കുന്നു. ഫുഡ് കഴിക്കാൻ പോണത് വിച്ചോണനാണ് ഡ്രൈവിംഗ്, അതിൽ ചേട്ടൻ ഫ്രണ്ടിൽ. ഞാനിപ്പോ എന്താ പഠിപ്പിച്ചേ? അത് നോക്കിയല്ലേ, മലയാളം നോക്കി ചിമ്മിനി വായിക്കാൻ പഠിപ്പിച്ചു. ഞാൻ ഇനി ഈ പഠിപ്പിക്കാം. ഓക്കെ, മലയാളം ചേട്ടന് പഠിക്കണോ മലയാളം? ഞാൻ കുറച്ച് വാക്കുകൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ, ഓർമ്മയുണ്ടോ? അല്ല ആ, വേറെ രണ്ടെണ്ണം പഠിപ്പിച്ചില്ലേ ഡി വെച്ച്? അത് ഞാൻ പഠിപ്പിച്ചാണോ? ദുര്യോധനൻ. പറ. ദുശാസനൻ. കണ്ടു, വാവ്. ദുശാസനൻ. രണ്ടുപേർക്കും 2 കാൻഡീസ് വാങ്ങിച്ചു. ഒരാളുടെ പേരാ, മഹാഭാരതത്തിലെ ഒരു ക്യാരക്ടർ. ദയാന്ന് ഡി വെച്ച്. ദയാണോ മീനാക്ഷിയാണോ ഇഷ്ടം? രണ്ടും ഒരാളല്ലേ? ദയാന്ന് പറയുന്നതാണോ ഇഷ്ടം? പേര് ദയാണോ? ഹായ് ഗായ്സ്, നമ്മൾ കേട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വന്ന് ചിമ്മിനിയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്താണ് കഴിക്കാൻ ഓർഡർ ചെയ്തത്? നനഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടേഴ്സായിട്ട് ഞാനും കിച്ചണിനും ഒപ്പമുണ്ട്. സൂപ്പാണ് പറഞ്ഞത്. പിന്നെ അവരെല്ലാം ഫുഡ് ഓർഡർ ചെയ്യും. മൊത്തത്തിൽ പറഞ്ഞല്ലോ, ഇപ്പൊ എല്ലാരും വന്നില്ലേ? ചോദിച്ചോടെ പക്ഷെ മധുരമില്ലെന്നേ ഉള്ളൂ. ഫ്ലേവർ ഉണ്ട്. വിശക്കുന്നുണ്ടോ മീന? വിശക്കുന്നുണ്ടോ? Yeah, very hungry. Now I'm gonna be worried. Way more comfortable. We're hungry. എന്താ? We're hungry. പാവോടെ ഞങ്ങളത് സ്റ്റാർട്ടേഴ്സായിട്ട് സൂപ്പ് വാങ്ങിച്ചെല്ലാരും. അതിൽ ചേട്ടന് നോൺ വെജ് കഴിക്കാൻ പറ്റില്ലല്ലേ? നോൺ വെജ് അല്ല, ചിക്കൻ കഴിക്കാൻ പറ്റില്ല. ബീഫ് കഴിക്കാൻ Chicken, technically, I'm supposed to only have veg. പക്ഷേ Today you are going non-taxi. എനിക്ക് നോൺ വെജ് ആണ് ഇഷ്ടം. അയ്യോ കഷ്ടം. So I'm having a cheat day. I'm having a cheat day. Beef roast, chicken curry, and appam. എന്ത് വാങ്ങിച്ചു? I got appam, and I got naan and chicken curry. അല്ലാതെ കറിയില്ല. സൂപ്പ് കൊള്ളാം. നമ്മൾ കഴിക്കാൻ Chicken illa. നമ്മൾ കഴിച്ചു തുടങ്ങി. Yeah. No, she's asking, now do you believe me? I told her. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? It was very nice. Proper Northern Kerala food. Beautiful. ഫുള്ളായില്ലേ? Full-like. എല്ലാവരും ഫുള്ളായി. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് വാസ് നൈസ്. അടിപൊളി. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? Super. At all. Get half. Yeah, oh yeah, food was nice. Thank you. Food നന്നായിരുന്നു. അടിപൊളി. നമ്മുടെ അതിൽ ചേട്ടൻ പറഞ്ഞല്ലോ, തനി കേരള നാടൻ ഫുഡ് അടിപൊളിയായിരുന്നു. What did he say? തനി കേരള നാടൻ ഫുഡ്. തനി പറഞ്ഞ കറക്റ്റ് കേരള നാടൻ ഫുഡ്. ഇവൻ പറഞ്ഞു.
Who taught him that? Oh, go on. തനി Tani, കേരള Kerala, നാടൻ Nadan, ഫുഡ് food. Tani, Kerala, Nadan, food, അടിപൊളിയായി. ഓ യെസ് Almost there. അഖിൽ ചേട്ടൻ പൊളിയാ ഗൈസ് no not like she he's better Oh, thank you. Yeah. I'm on board with that. yeah woof പോവല്ലേ The born. It's home. പോവല്ലേ Yes, I'm നീ going. എന്നാ കാണുന്നേ I don't know. We'll have to wait and see. See ya later. One day. അയ്യോ Good day. പിടിച്ചില്ല ഇനി എന്നാ കാണുന്നേ I said good day. good day Otherwise, bye bye. bye bye guys നമ്മളെ ട്വിൻസിൽ മെയിൻ താരം നാളെ പോവാണ് രണ്ടുപേരും താരങ്ങളാ. എന്നാലും I don't even know what that word means. താരം means star. Oh, star. I thought she said താരങ്ങൾ. I was like, what the hell is താരം? താരം. അപ്പൊ ചേട്ടൻ നാളെ പോവാണ് തിരിച്ച് Yeah. നീ എന്ന് വരും I don't know. Next year. Find out. Next day. Next year. Find out. ഈ ചേട്ടൻ എന്നാ പോന്നെ 11th അല്ലേ? Oh yeah, you know better than me. 11th Yeah. 10th 11th. ഇവന്റെ 10ാം തീയതി ചൊവ്വാഴ്ച പോകുന്നു It might be 10th night. ഓ ഇതില് കണ്ണ് നോക്കൂ. കണ്ണില് ലെൻസ് വെച്ച് പോലെ. ലെൻസിന് കളർ കൊണ്ടുപോകാൻ വല്ല പ്ലാൻ ഉണ്ടോ And that? മീനാക്ഷിയെ കൊണ്ടുപോകാൻ പ്ലാൻ വല്ലതും ഉണ്ടോ Well, that's my plan the whole time. She just doesn't know it yet. അങ്ങ് കൊണ്ടുപോക്കോ Don't start crying when I do. ഇല്ല ഇല്ല Yeah? കരയോ? ഇപ്പൊ കൊണ്ടുപോയാൽ കരയത്തില്ല കാരണം ഇവനെ കൊറേ ചിരിച്ച് നിക്കുക എന്നെ കൊറേ ചിരിപ്പിച്ചിട്ട് നിക്കുക Hey, what do you normally call me? സ്പേസ് ഉണ്ട് അല്ലേ അവിടെ വരെ ഇറക്കുവോ അവിടെ ഇറക്കുവോ ഞങ്ങളെ ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലെന്നാ ബൈ ടാറ്റാ അവരെ നമ്മള് യാത്രയാക്കി നമ്മള് തിരിച്ചു തന്നെ വന്ന് വൈശുവിന്റെ വീട്ടിലിറക്കണം നമ്മളെ ബാക്കിൽ വരുന്ന വണ്ടി ഇത്ര വെട്ടം അടിക്കുന്നുണ്ട് എനിക്ക് നല്ലോണം വീഡിയോ എടുക്കാൻ പറ്റുന്നത് എല്ലാരും ഉണ്ട് ഇല്ല അങ്ങനെ വരത്തില്ല അപ്പൊ എന്തായാലും ഗായ്സ് നമുക്ക് ബാക്കി പിന്നെ കാണാം വെട്ടമില്ലടി വീട്ടിൽ വന്ന് ഇത് വൈശുയുടെ ചേട്ടനും വൈഫും എന്റെ വൈശുന്റെ അച്ഛൻ വൈശുന്റെ അമ്മ അല്ല ഞങ്ങൾ ഇനി ഇറങ്ങുവാ. ഇനി ഇവിടുമാരൊക്കെ കൊണ്ടുവന്ന് ആക്കണം. ഒരു സ്ഥലവും ഇല്ല. അപ്പൊ ടാറ്റാ. ബൈ ഗൈസ് അതുകൊണ്ട് നമ്മളാണ്ട് വീട്ടിലിറക്കിട്ട് പോവാ ഞാൻ വണ്ടിയിലിരുന്ന് ഉറങ്ങി ഗൈസ് എന്റെ അമ്മച്ചി വരുന്ന വണ്ടിയായിട്ട് ലൂക്കാച്ചങ്ങ ഓടിവാ വീട്ടിലൊക്കെ വന്ന് ഒരു ചെറിയൊരു ഔട്ടിംഗ് ആയിരുന്നു കാരണം അഖിൽ ചേട്ടൻ നാളെ പോവുക അപ്പം ഞങ്ങൾ കസിൻസിനെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഒന്ന് പുറത്തു പോകാനായിട്ട് വിളിച്ച് അങ്ങനെ ഞങ്ങൾ വർക്കലിലായിരുന്നു പോയത് അതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വൈശുവിനെ വീട്ടിലിറക്കിയിട്ട് ഇനി വന്ന് ഈ അമ്മയും മോള് സമ്മതിക്കത്തില്ല അങ്ങനെ വീട്ടിലിറക്കിയിട്ട് വന്ന് അതുൽ ചേട്ടനോട് അഖിൽ ചേട്ടനോടെയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തത് അടിപൊളിയായിരുന്നു നല്ല രസം ഞാൻ ഫുള്ള് ചിരിച്ച് നല്ല വൈബായി നിന്നൊരു സമയമായിരുന്നു അവരോട് നിന്നെല്ലാം അപ്പൊ അടിച്ചു പൊളിച്ചു അപ്പം അഖിൽ ചേട്ടന് ഹാപ്പി ജേർണി ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നു അപ്പൊ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ നാളെ വരുന്നതായിരിക്കും മിന്നി ബൈ ബൈ സീ യു